വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായതോടെ പുറത്താക്കപ്പെട്ട വോട്ടർമാരിൽ കൂടുതലുമുള്ളത് ബിജെപി മുന്നിലെത്തിയ നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാർ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട പട്ടികയിലെ 23% വോട്ടർമാരും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി 1-2 സ്ഥാനങ്ങളിലെത്തിയ മണ്ഡലങ്ങളിലുള്ളവരാണ്. ബിജെപി രണ്ടാമതെത്തിയ നേമത്ത് മാത്രം 50,000-ലധികം വോട്ടർമാരാണ് പുറത്താക്കപ്പെട്ടത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ഉയർന്ന പ്രധാന ഘടകമാണ് ഇരട്ട വോട്ട് ആരോപണം. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം മണ്ഡലങ്ങളിലും ബിജെപിക്ക് അപ്രതീക്ഷിത വോട്ട് വർധനവായിരുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായതോടെ 25 ലക്ഷത്തോളം വോട്ടർമാരുടെ വിവരങ്ങളാണ് കണ്ടെത്താൻ കഴിയാതെ വന്നത്. അതിൽ 6% വോട്ടർമാർ മാത്രമാണ് മരണപ്പെട്ടത്. മരണപ്പെട്ടവരെ മാറ്റി നിർത്തിയാൽ 10% ആളുകളാണ് കണ്ടെത്താനാകാത്തവർ, ഇരട്ട വോട്ട് എന്നിങ്ങനെയുള്ള വിഭാഗത്തിലുള്ളത്. അങ്ങനെയെങ്കിൽ ബിജെപിക്ക് ഈ മണ്ഡലങ്ങളിൽ കൂടുതൽ വോട്ട് കിട്ടിയതെങ്ങനെയെന്നാണ് ഉയരുന്ന പ്രധാന ചോദ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട പട്ടികയിലെ 23% വോട്ടർമാരും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി 1-2 സ്ഥാനങ്ങളിലെത്തിയ മണ്ഡലത്തിലുള്ളവരാണ്. ഏറ്റവും കൂടുതൽ പേരുള്ളത് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ 58,828 വോട്ടർമാർ. മണ്ഡലത്തിലെ ആകെ വോട്ടർമാരുടെ 28%മാണിത്. വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം മണ്ഡലങ്ങളും ബിജെപി 1-ാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങളാണ്. സുരേഷ് ഗോപി വിജയിച്ച തൃശൂരിൽ 6 നിയമസഭാ മണ്ഡലങ്ങളിലായിരുന്നു ബിജെപി കൂടുതൽ ലീഡ് നേടിയത്. ഈ 6 മണ്ഡലങ്ങളിലും അജ്ഞാത വോട്ടർമാരുടെ എണ്ണവും കൂടുതലാണെന്ന് പട്ടികയിലുണ്ട്. 29-ാം ബൂത്തിൽ പുറത്താക്കുന്ന വോട്ടർമാരുടെ എണ്ണം 337 ഇതിൽ 334 പേരും കണ്ടെത്താനാകാത്തവർ എന്ന വിഭാഗത്തിലുള്ളവരാണ്. പട്ടിക മുഴുവൻ പരിശോധിക്കുമ്പോൾ 22.62% വോട്ടർമാരും ബിജെപി 1-2 സ്ഥാനത്ത് വന്ന 20 മണ്ഡലങ്ങളിലാണ് എന്നതാണ് ശ്രദ്ധേയം. ബിജെപി വിജയിച്ച മണ്ഡലങ്ങളിൽ മാത്രം ഇത്രയധികം വോട്ടർമാരെ കാണാതായതും ബിജെപി വോട്ട് വർദ്ധിപ്പിച്ചതിന് പിന്നിലും ഇരട്ട വോട്ടാണെന്ന ആരോപണം ശരിവെക്കുന്നതാണ് ഈ കണക്കുകൾ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.